വർഗീയതയിലോട്ട് പോകുന്നതിന് പകരം സിനിമയായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവർക്കും ആ കണ്ടന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ബോർഡെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു ഏകാധിപത്യ മൈൻഡ് സ്വഭാവമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കട്ട് ചെയ്യുന്നതാണ് ഈ സെൻസർ. പിന്നെ ഫൈറ്റ് സീൻസിന്റെ കൊറിയോഗ്രാഫി ഇഷ്ടപ്പെട്ടു. സിനിമ സ്നേഹിക്കുന്ന നിലയിലും സിനിമയാക്കി കണ്ടുകൊണ്ട് കഥയെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സിനിമ കാണുന്ന ഒരു വ്യക്തിക്ക് ഞെട്ടിച്ചത് ലാലേട്ടൻ്റെ ഫൈറ്റ് സീൻസ്, ജംഗിളും ഫൈനലിലെ ഫൈറ്റ് സീൻസ്, കുറച്ച് ഗൂസ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതെനിക്ക് എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിൽ അങ്ങനെ മാസ് മൂവീസ് ആ സ്കെയിലിൽ വരത്തില്ല. പക്ഷേ അങ്ങനെ നോക്കുമ്പം കുറച്ചൊരു ബാക്കി ഇൻഡസ്ട്രീസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ലെവലിൽ കുറച്ചൊരു അപ്സ്കെയിൽ ചെയ്ത മൂവീസ് നൈസായിരുന്നു. പിന്നെ എനിക്ക് ഫൈറ്റ് സീൻസിൻ്റെ കൊറിയോഗ്രാഫി ഇഷ്ടപ്പെട്ടു, മ്യൂസിക് ഇഷ്ടപ്പെട്ടു. അതെ, പിന്നെ ഇടയ്ക്ക് ജോബ് കുരിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു. അത് നല്ല കാമായിട്ട് സൂതിങ് ആയിട്ട് പോയിരുന്നു, നല്ലതായിരുന്നു. എമ്പുരാൻ മേക്കിങ് കുഴപ്പമില്ല, പക്ഷേ നമ്മളൊരു ലൂസിഫർ കണ്ടിട്ട് ഒരു പ്രതീക്ഷയോടെ ഇങ്ങോട്ട് പോകണം. പക്ഷേ ലൂസിഫറിൻ്റെ ഒരു പ്രതീക്ഷ കിട്ടിയില്ലെങ്കിലും എമ്പുരാൻ നമ്മൾ കൊള്ളായിരുന്നു. പക്ഷേ ഇതിപ്പം അതിൽ വന്നിരിക്കുന്ന കണ്ടന്റ് ഇപ്പം BJP സർക്കാരിന് ഇഷ്ടപ്പെടാതെ അത് കുറേ മാറ്റിയിട്ടുണ്ട്. അത് പറയുന്നതിന് അതിൻ്റെ ആവശ്യമില്ല. സിനിമയായിട്ട് കണ്ടാൽ പോരെ. ഒരു വർഗീയതയിലോട്ട് പോകുന്നതിന് പകരം സിനിമയായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവർക്കും ആ കണ്ടന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഒരു സിനിമ ഇറക്കുന്നതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് പാടുകളുണ്ട്. അത് മനസ്സിലാക്കി ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഇതൊരു സിനിമയായിട്ട് കാണുകയാണെങ്കിൽ യാതൊരു രാഷ്ട്രീയ ഇഷ്യൂ ഇല്ല. ഇതിപ്പം സ്ക്രിപ്റ്റിൽ പ്രത്യേകിച്ച് സീൻസ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ കട്ട് ചെയ്തിട്ട് സംഗതി എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഈ ഒരു സിനിമയിലെ ഒരു കേന്ദ്രീകൃതമായ ഒരു കണ്ടന്റാണ് ഫസ്റ്റ് പാർട്ട്. അത് കട്ട് ചെയ്യുന്നതോടുകൂടി സിനിമയുടെ ഒരു 70% ഇല്ലാതാവുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നാളെ സെൻസർ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. സെൻസർ ബോർഡെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു ഏകാധിപത്യ മൈൻഡ് സ്വഭാവമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കട്ട് ചെയ്യുന്നതാണ് ഈ സെൻസർ. അതിനും പോകുന്ന ഒരു കണ്ടന്റ് അതിലില്ല. സെൻസറിങ്ങിനോട് യോജിക്കുന്നില്ല. സെൻസറിങ്ങിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് അഡൽട്ട്ലി ആയിട്ടുള്ള കണ്ടന്റുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഈ ഇടയ്ക്ക് മാർക്ക് വരുന്നത്. അതൊക്കെ നല്ല രീതിയിൽ അതൊക്കെ സെൻസർ ചെയ്യാൻ നിന്നാൽ മൊത്തം സെൻസർ ചെയ്ത് എടുക്കേണ്ടി വരും. അങ്ങനെ സെൻസർ ചെയ്യാതെ ഇതേപോലുള്ള ഒരു കഥയുടെ പേരിൽ അത് സെൻസർ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ വ്യക്തിപരമായിട്ടൊരു CPM കാരനാണ്, CPM അനുഭാവിയാണ്. ഇതിലെ LC നമ്മളിവിടെ ആയിരുന്നു. അപ്പം എനിക്കറിയാം അതിൽ ഉള്ള ഒരു വർഗീയ ഒരു ചായവുണ്ടല്ലോ. ആ ഒരു അജണ്ട അതിൻ്റെ അത് നോർത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വേറൊരു PR ആണ് നടക്കുന്നത്. അവർ സെറ്റ് ചെയ്യുന്ന PR ബദലായിട്ട് അതിനെതിരായിട്ടൊരു വലിയൊരു PR ആയി മാറുക. ഈ കണ്ടന്റ് അവിടെ ഈ കേന്ദ്രത്തിലോട്ട് വരുമ്പോൾ അവർക്ക് ഹിതമല്ലാതാവുന്നത് കൊണ്ടാണ് അവരിത് കട്ട് ചെയ്യുന്നത്. അതിനോട് എനിക്ക് ശക്തമായ യോജിപ്പ്. CPM-കാരനായോണ്ടാണോ ഇത് എതിർക്കുന്നതല്ല, CPM-കാരനായതുകൊണ്ടല്ല. ഒരു സിനിമ സ്നേഹിക്കുന്ന നിലയിലും സിനിമയാക്കി കണ്ടുകൊണ്ട് കഥയെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സിനിമ കാണുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും ഇതൊരു ഭയങ്കര എല്ലാ പാർട്ടിക്കാരും ഇതിൽ പറയുന്നുണ്ടല്ലോ, മോശമായിട്ട് ചെയ്യാനെല്ലാം പറയുന്നുണ്ടല്ലോ അവർ. അല്ല, അങ്ങനെയല്ല. ഒരു സിനിമ സ്നേഹിക്കുന്ന നിലയിലാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. രാഷ്ട്രീയം വേറെ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് സെൻസറിനോട് താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവന് മാത്രം ഒന്നുമില്ല. അപ്പം സെൻസറിങ്ങിന് ഒരു കാര്യമില്ല. ഈ സിനിമയുടെ മുമ്പിൽ മുട്ടുകുത്തിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെൻസറിങ്ങിന്റെ ആവശ്യകത വന്നത്. സിനിമയുടെ മുമ്പിൽ മുട്ടുകുത്തിയതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ. ഓരോ രാഷ്ട്രീയത്തിനും ഓരോരോ ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിക്ക് എതിരായിട്ട് ഓരോന്ന് വരുമ്പം അവരുടെ ഒരു ഇതുണ്ടല്ലോ, അവരുടെ കാഴ്ചപ്പാടിനെ മറ്റുള്ളവരുടെ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടിനെ സ്വാധീനിക്കാൻ ശേഷിയുണ്ടെങ്കിൽ അവർ അങ്ങനെ ചെയ്യും. അതാണ്. ഇനി അത് സെൻസർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ആൾറെഡി 3 ദിവസത്തോളം ഇത് ഓടി കഴിഞ്ഞപ്പോൾ തന്നെ മാത്രമേ തന്നെ പ്രിന്റും ഇറങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇതിനൊരു സെൻസറിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ട് അവർക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വോയിസ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്രമാണല്ലോ ഭരിക്കുന്നത്. നമുക്ക് മാക്സിമം പറയാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും CPM കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള
ബാഡ് ഐഡിയോളജി എല്ലാം ഒപ്പോസ് ചെയ്യും, എല്ലാം പോസിറ്റീവായിട്ട് ഒരു പുരോഗമനവാദപരമായിട്ട് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അത് എല്ലാ കാര്യത്തിലും, അത് സിനിമയിലായിക്കോട്ടെ മറ്റ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ കൊണ്ടുവരും. ഇതൊരു ഭയങ്കര ഒരു ഫാൾട്ടാണെന്ന് മാത്രമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏറ്റവും ഒരു അടിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലൂസിഫറിൽ എമ്പുരാനോട് വന്നപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു മാറ്റം? കൊള്ളാം, നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മേക്കിംഗ് കൊള്ളാം, പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരും? അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിൻ്റെ ആവശ്യകത ഉണ്ടോ? എനിക്ക് ഒരു ധാരണയില്ല. സിനിമയല്ല, ഇത് സിനിമയില്ല.